സ്വാമി, കുട്ടിയൊക്കെ അവിടെ പോലെ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്, പുണ്യാഹത്തിനോ അല്ലെങ്കിൽ ശുദ്ധിക്കൊക്കെ പറഞ്ഞു വരും. എന്ത് കൊച്ചു കുട്ടി എന്താക്കിയാ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. വലിയ വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്, ആന ലിറ്റർ കണക്കിന് ഒഴിക്കും, അങ്ങനെ ലിറ്റർ കണക്കിന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് അതും ചവിട്ടി ആൾക്കാർ അമ്പലത്തിലേക്ക് പോകും. ഒരു അശുദ്ധിയില്ല, ഒരു പുണ്യാഹവും വേണ്ട. എന്നിട്ട് ഈ പിഞ്ചു കുഞ്ഞ് ഇച്ചിരി ഒരു തുള്ളി ഇട്ടിച്ചാൽ ആ പ്രശ്നം ഭഗവാൻ ഇഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകണം, ആ സംസ്കാരം മക്കളിലുണ്ടാവട്ടെ. ഒരു സ്ത്രീയും പുരുഷനും ചില കരാറുകൾക്കനുസരിച്ച് ഒന്നിച്ച് താമസിക്കുക, അഥവാ ഒന്നിലധികം പുരുഷന്മാരും ഒന്നിലധികം സ്ത്രീകളും ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് താമസിക്കുക, അങ്ങനെ അവർക്കുണ്ടാവുന്ന സന്താനങ്ങളെ വളരാനുള്ള സാഹചര്യം നൽകുക, അങ്ങനെ കുടുംബമായി ഒന്നിച്ച് കഴിയുക. ഈ കുടുംബം ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്, ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. എന്നാൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയങ്ങളെയും ആചരണങ്ങളെയും ആദർശങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം പകർന്നു നൽകപ്പെട്ട കുടുംബ വ്യവസ്ഥ ഇത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ഈ കുടുംബമാണ് നമ്മളെ സംരക്ഷിച്ചു പോകുന്നത്, ഒരു സംശയമില്ലാതെ പറയാം. മുത്തശ്ശിയിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന് കേട്ട് കേട്ട്, അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കണ്ട് കണ്ട് ഓരോ തലമുറയും ധാർമ്മിക അവബോധത്തെ നേടിയത് കൊണ്ടാണ് ഈ സംസ്കൃതി, ഈ ധർമ്മം നിലനിന്നത്. അവിടെയാണ് നേരത്തെ ചോദ്യവും ഉത്തരവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എല്ലായിടത്തും പറയരുത്. ഒരു ക്ഷേത്രത്തിൽ നടന്നതല്ലേ, അതെന്തിനാ വേറെ സ്ഥലത്ത് പറയണത്? ഒറ്റപ്പെട്ട സംഭവമല്ല. ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക, അടുത്ത തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു നൽകുന്ന പ്രക്രിയ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്. അല്ല പഠിക്കെന്നും പറഞ്ഞ് മക്കളെ വെറുപ്പിച്ച്, ഞാൻ ഏറ്റവും വെറുക്കുന്നത് എൻ്റെ അമ്മയെയാണ് എന്ന് പറയുന്ന മക്കളോട് സംസാരിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്നത് എൻ്റെ അമ്മയെയാണ്, എനിക്ക് സ്നേഹമില്ലാത്ത അമ്മയാണ്, അമ്മയ്ക്ക് മൊബൈൽ ഫോണിനോടുള്ള സ്നേഹം പോലും എന്നോടില്ല എന്ന് പറയുന്ന മക്കൾ, അവരുടെ സങ്കടം എത്രയാണ്. അവർ കുറച്ചൊന്ന് വലുതായ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ പോയാൽ, അവര് ലവ് ജിഹാദ് പോലുള്ളവയിൽ പെട്ടുപോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ അടിത്തറ കുടുംബമാണെന്ന കാഴ്ചപ്പാടോടുകൂടി അത്തരം ഉത്തമമായ കുടുംബ വ്യവസ്ഥ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണേ എന്നേ പറയാനോ. ആചരണങ്ങളെ തലമുറയ്ക്ക് കൈമാറുന്ന, ആചരണങ്ങളോടൊപ്പം ആശയങ്ങളെ കൈമാറുന്ന, ശ്രദ്ധിക്കുക. അതാണ് ആരംഭത്തിൽ പറഞ്ഞത്. ക്ഷേത്രാദി സങ്കേതങ്ങളുടെ നവീകരണങ്ങൾ നമുക്ക് അങ്ങേയറ്റം സന്തോഷപ്രദമാണ്. എന്നാൽ അതേ സമയത്ത് അത് നമ്മുടെ സമാജത്തിൻ്റെ, കുടുംബത്തിൻ്റെ നവീകരണം കൂടി ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് നിരൂപണം ചെയ്യുക. ഈ കൂട്ടത്തിൽ സന്ധ്യാസമയത്തെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് ജപിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് രണ്ടാമത് പറയാം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എത്ര വീട്ടിലുണ്ട്? അത് കൈ വെക്കൊന്നും വേണ്ട, സ്വയം ചോദിച്ചാൽ മതി. വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചിരുന്ന് സ്നേഹത്തോടു കൂടി വർത്തമാനം പറഞ്ഞ്, ഇനി സ്നേഹമില്ല, കുറച്ച് ലഹളയൊക്കെ കൂടിയാലും കുഴപ്പമില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എത്ര വീടുകളിലുണ്ട്? ഇതിനെങ്ങനെയാ കുടുംബം എന്ന് പറയുക?
പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും ചെയ്യുന്ന ഗൃഹം മാത്രമേ ഗൃഹസ്ഥാശ്രമം എന്ന് പറയപ്പെടൂ. ഇപ്പൊ നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നവരായിരിക്കണം ഓരോരുത്തരും. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പിതൃയജ്ഞം. അതെ, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക, സേവിക്കുക. ചെയ്താൽ മാത്രം പോരാ, അങ്ങനെ ചെയ്യുന്നത് അടുത്ത തലമുറ കാണണം. എത്രമാത്രം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നോ മരിച്ചുപോയ മുത്തശ്ശന് വേണ്ടി ശ്രാദ്ധം അനുഷ്ഠിക്കുമ്പോൾ എത്രമാത്രം ത്യാഗം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ മക്കൾ കാണണം. ചിന്തിക്കുക. ഈ ഒരു പിതൃയജ്ഞം, അതുപോലെ മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പിതൃയജ്ഞം, ഇത് രണ്ടും വേണേ. ജീവനുള്ളപ്പോൾ തിരിഞ്ഞു നോക്കൂല, മരിച്ചു കഴിഞ്ഞാൽ കേമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെ ഒരു കൂട്ടമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. മരിക്കാൻ കാത്തു നിൽക്കുക, എന്നിട്ട് വേണം സ്നേഹം ഒക്കെ കാണിക്കാം. പിന്നെ പ്രത്യേക ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാ ഇല്ലേ? ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും അതിലും ഇതിലും ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും. ഇവിടെ ഉള്ളവരുടെ കഥയല്ല പറയണത്. അങ്ങനെയാ ഇപ്പോൾ പൊതുവെ പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത്. ഉദയാസ്തമയങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മാത്രം ഓർമ്മിക്കുക, വേറൊന്നും ഓർമ്മിക്കാനില്ല. ഉദയാസ്തമയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അത് മാത്രം ഓർമ്മിച്ചാൽ മതി, വേറൊന്നും ഓർമ്മിക്കണ്ട. എന്ത് തല കറപ്പിക്കുന്ന സാധനവും ഉദയാസ്തമയത്തെ ഇല്ലാണ്ടാക്കില്ല അല്ലേ? ഉണ്ടാക്കും, അറിയില്ലേ? ഉണ്ടാക്കില്ലല്ലോ. അത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക. ഇത് രണ്ടും അടുത്ത തലമുറ കണ്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അവരറിയണം. ഇത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടണം. അതുപോലെ പ്രധാനമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പോൾ ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുക, അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. കഥകളായിട്ട് മതി, പാട്ടുകളായിട്ട് മതി, കളികളായിട്ട് മതി. അല്ലാതെ പിടിച്ചിരുത്തിയിട്ട് നാളെ തൊട്ട് മാണ്ഡവ്യോപനിഷത്തിന്റെ കാരിക സഭാഷ്യം പഠിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അദ്വൈത സിദ്ധി വാടാ ഇരിക്കി, അദ്വൈത സിദ്ധി പഠിക്കി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ലളിതങ്ങളായ കഥകൾ, ജീവിത മൂല്യങ്ങൾ നൽകുന്ന, മനുഷ്യനെ നിർമ്മിക്കുന്ന, അതെ ആവർത്തിച്ച് പറയട്ടെ, മനുഷ്യനെ നിർമ്മിക്കുന്ന, അത് കൈമാറണം മക്കൾക്ക് കൈമാറണമെങ്കിൽ താൻ ആദ്യം പഠിക്കണം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 24 മിനിറ്റെങ്കിലും ആർക്കെങ്കിലും സമയമില്ലാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാ, ഉണ്ടോ? ആർക്കെങ്കിലും 24 മിനിറ്റ് ഇല്ല? എല്ലാവർക്കും ഉണ്ട്. സമയമില്ല എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യം വരും. കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വരില്ലേ? അപ്പോൾ സമയമില്ല പറയാൻ പറ്റുമോ? ഞാൻ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന് പൂർത്തിയാക്കിയിട്ട് വരാം എന്ന് പറയാൻ പറ്റുമോ? അപ്പം പോണ്ടേ കൂടെ? പോത്തിൻ്റെ പുറത്താണത്ര വരിക കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലേ, അത് കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പോത്തിൻ്റെ പുറത്ത് കയറൊക്കെ ആയിട്ടാണത്ര വരിക. മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്ന് ചോദിച്ചില്ല മുത്തശ്ശി കണ്ടിട്ടുണ്ടോ എന്ന്. അന്ന് കഥ പറയാവുമ്പോൾ അങ്ങോട്ടൊന്നും ചോദ്യമില്ല. അപ്പോൾ ഞാൻ ഈ പ്രഭാഷണം തീർത്തിട്ട് വരാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പോകണം. അപ്പോൾ പിന്നെ ഇപ്പം സമയമില്ല പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നമുക്കൊക്കെ സമയമുണ്ട്, നമുക്കാ സമയമുള്ളത്. അതുകൊണ്ട് ഒരു ദിവസം ഒരു 24 മിനിറ്റ് നേരമെങ്കിലും ദയവ് ചെയ്ത് എന്തെങ്കിലും, രാമായണാണോ, ശിവപുരാണാണോ, ഭാഗവതാണോ,
മഹാഭാരതമാണോ? ഇനി ഇതിലൊക്കെ അടങ്ങിയ ആശയങ്ങളെ സുലളിതമായി ആചാര്യന്മാർ നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ തന്നിട്ടുണ്ട്. അതിന്നും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ 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 ഗ്രന്ഥങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് നിത്യപാരായണത്തിന് വയ്ക്കുക. വിവേകാനന്ദ സ്വാമികളൊക്കെ സംസാരിച്ചിട്ട് 125 കൊല്ലങ്ങൾ കഴിഞ്ഞു. സ്വാമിയുടെ സമാധി കഴിഞ്ഞ് 123 വർഷങ്ങളായി. 123 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും യുവ മനസ്സിനോട് ഒരു വൈദ്യുത പ്രസരണം പോലെ അനിഷേധ്യമായി സംവദിക്കുന്നതാണ് സ്വാമിജിയുടെ ഓരോ വാക്കും. ദിവസവും പാരായണം ചെയ്യും. എന്തെങ്കിലും, ഇന്നതെന്ന് പറയുന്നില്ല, ഗീതയാണോ, ഏതെങ്കിലും, പക്ഷെ ദിവസവും ചെയ്യണം. അതിലടങ്ങിയ ആശയങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക. ഇത് രണ്ടും ചെയ്താൽ അത് ബ്രഹ്മയജ്ഞമായി. ബ്രഹ്മയജ്ഞത്തിൻ്റെ മറ്റൊരു പേര് ഋഷിയജ്ഞം. അതുപോലെ പ്രധാനമാണ് ദൈവയജ്ഞം. ദൈവയജ്ഞം എന്ന് പറയുമ്പോൾ ദിവസവും ഹോമം ചെയ്യാം. ആർക്കും ചെയ്യാം. അവിടെ ആണെന്നോ പെണ്ണെന്നോ നപുംസകമെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ആർക്കും ഹോമം ചെയ്യാം, ശ്രദ്ധ ഉണ്ടായാൽ മതി. ഇന്നിപ്പോൾ ഹോമം പോയിട്ട് അഗ്നി തന്നെ കുട്ടികൾ കാണാണ്ട് വളരുന്നതാണ്. നമ്മൾ പല കുട്ടികളോടും തീ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല പറഞ്ഞു. വീട്ടിൽ തീയേ ഇല്ല, തീ കണ്ടിട്ടില്ല. കുറച്ച് മുമ്പൊക്കെ എൻ്റെ ഗ്യാസിൻ്റെ ഓവനെങ്കിലും അതിലെങ്കിലും തീ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതുമില്ല, ഒക്കെ മൈക്രോവേവ് അധിക സ്ഥലത്ത്. തീ കാണില്ലേ കുട്ടികൾ? എന്തോ ആട്ടെ, അതൊക്കെ ഉയർച്ചയായിട്ടും നന്മയായിട്ടൊക്കെ മാനിക്കപ്പെടുമ്പോൾ ഒന്നും പറയാനില്ല. അവനവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി ഉപാസിക്കുക. അപ്പോൾ ഇവിടെ നവീകരണം നടന്നു. ഇത്രയും മഹത്വപൂർണമായിട്ട് ഈ ക്ഷേത്രം നിലകൊള്ളുക. ഇതിൻ്റെ ചുറ്റുപാടുള്ളവർ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ഉപാസിക്കുക. അപ്പോൾ കൊല്ലത്തിൽ ഒരു ദിവസം വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അത് പോരാ, ദിവസവും പോയാൽ മാത്രം പോരാ, അവനവൻ്റെ കുട്ടികളെ കൊണ്ടുപോകണം. ഇവിടെ തന്നെ വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണോ അവനവൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അവിടെ ആ തട്ടകത്തിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകണം, നിർബന്ധമായി. അവരോടി കളിക്കാനായിരിക്കും പോണത്, അല്ലെങ്കിൽ അവർ പായസം കിട്ടാനായിരിക്കും പോണത്. കുട്ടികൾക്കൊരു വിശേഷ സ്വഭാവമുണ്ട്. നമ്മളൊക്കെ കുട്ടികളായപ്പോൾ അതുണ്ടായിരുന്നു. അതായത് നമ്മളെ വീട്ടിൽ എന്ത് തന്നെ ഭക്ഷണം ഉണ്ടെങ്കിലും ശരി, കഴിക്കില്ല. നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞാലും കഴിക്കില്ല. പക്ഷെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കാണാത്ത കളി കളിക്കും. അതുപോലെ തന്നെ വീട്ടിലേതെങ്കിലും അതിഥികൾ വന്നാലും അങ്ങനെ തന്നെയാണ്, ഇല്ലേ? അപ്പോഴാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും നല്ലത്. വീട്ടിലേതെങ്കിലും അതിഥി വന്നു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത കളി കളിച്ച് ഒന്നായിട്ട് കഴിക്കും കുട്ടികൾ. പൊതുവെ കുട്ടികൾക്ക് മനഃശാസ്ത്രമാണ്. അപ്പോൾ കുട്ടികൾ പായസം കഴിക്കാനായിരിക്കും പോണത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിലോ എന്തെങ്കിലും ഒന്ന് കിട്ടാനായിരിക്കും. അത് മതി. കുട്ടികളെ കൊണ്ടുപോകണം. ആ സംസ്കാരം അവർക്കുണ്ടാവും. ഇത് പറയുന്ന സമയത്ത് ഇതിൽ വളരെ പിന്നോക്കം നമ്മൾ കിട്ടുമോ? വളരെ പിന്നോക്ക. കുട്ടികളെ കൂടെ കൊണ്ടുപോവുകയില്ല. സ്വാമി, കുട്ടിയൊക്കെ അവിടെ പോലെ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. പുണ്യാഹത്തിനോ അല്ലെങ്കിൽ ശുദ്ധിക്കൊക്കെ പറഞ്ഞു വരും. എന്ത് കൊച്ചു കുട്ടി എന്താക്കിയാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്, ആന ലിറ്റർ കണക്കിന് ഒഴിക്കും. അങ്ങനെ ലിറ്റർ കണക്കിന് ഞാൻ ഒഴിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് അതും ചവിട്ടി ആൾക്കാർ അമ്പലത്തിലേക്ക് പോകും. അശുദ്ധിയില്ല, ഒരു പുണ്യാഹവും വേണ്ട. എന്നിട്ട് ഈ പിഞ്ചു കുഞ്ഞിച്ചിരി ഒരു തുള്ളി ഇട്ടിച്ചാൽ ആ പ്രശ്നം ഭഗവാൻ ഇഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകണം. ആ സംസ്കാരം മക്കളിലുണ്ടാവട്ടെ. അതുപോലെ ദിവസവും അല്പനേരമെങ്കിലും വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്ന് നാമം ജപിക്കുക. ഇന്ന നാമം എന്നൊന്നും പറയണില്ല, കുറച്ച് നേരം. ഇതിൽ ആരാ മുൻകൈ എടുക്കേണ്ടത്? മുതിർന്നവർ, കുട്ടികളല്ല.
കുട്ടികളോട് ആരെങ്കിലും ജപിക്കാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറയാൻ ഞാനുണ്ടാവും. അച്ഛനമ്മയ്ക്ക് എന്താ പണി? അവർ ജപിക്കട്ടെ, എന്നപ്പോൾ നിങ്ങൾ കൂടി കൊടുക്കണം. അതുകൊണ്ട് അവർ ജപിക്കാൻ നിങ്ങൾ ജപിക്കൂ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പോയി ജപിക്കണം? അവരുടെ പണിയത്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. എന്തെന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അതിനെ മറ്റുള്ളവർ പിന്തുടരും. അവൻ എന്തിനെ പ്രമാണമാക്കുമോ അതിനെ മറ്റുള്ളവരും പ്രമാണമാക്കും. അപ്പോൾ വീട്ടിൽ മുതിർന്നവർ ചെയ്ത് കാണിച്ചാലാ മക്കള് തുടരുക. അത് ഓർമ്മിക്കുക.